കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെട്ടതാണ്? കപ്പലോട്ടിയ തമിഴൻ. കപ്പിത്താൻ. ശിവാജി ഗണേശന, ജെമിനി ഗണേശന. കപ്പിത്താനാ കപ്പലോട്ടിയ തമിഴൻ. കപ്പിത്താനല്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് എന്താണ് പേര്? അമീൻ ഷാ. ജാസിൻ. അപ്പോൾ ഞങ്ങളുടെ കൈവശം തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. തമിഴൊക്കെ അറിയാം? വലുതായിട്ടില്ല, ചെറുതായിട്ട്. എന്നാൽ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് ആര്? കപ്പലോട്ടിയ തമിഴൻ. ക്വസ്റ്റ്യൻ പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റബിൾ ആണോ? അതെ, എന്തുവാ? നമ്മുടെ പൊളിറ്റിക്സാണ്. ആ, എന്നാൽ നമ്മളിത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയാണ്. കപ്പലോട്ടിയ തമിഴൻ. സി വി രാമൻ. ഇല്ല, അറിയത്തില്ല കേട്ടോ. അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ്. തൊപ്പിച്ചന്ത കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന സ്ഥാപനമാണ്. നേരത്തെ ഇന്ദിര കാറ്ററിംഗ് ആയിരുന്നു, ഇപ്പോൾ അവർ ഭാമ കാറ്ററിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്? കപ്പലോട്ടിയ തമിഴൻ അറിയില്ല. കപ്പിത്താൻ. അറിയത്തില്ല. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒരു സിനിമ ഉണ്ട്. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നമ്മുടെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്ന സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെ? അല്ലല്ല, ചരിത്രവും വിജ്ഞാനവുമാണ്. കപ്പലോട്ടിയ തമിഴൻ. എനിക്കറിയത്തില്ല. ശിവാജി ഗണേശന, ജെമിനി ഗണേശന. ആര്? ജെമിനി ഗണേശൻ. ജെമിനി ഗണേശൻ. നിങ്ങളാരും പറയുന്നു? അറിയാൻ വയ്യ. എന്നാലും ജെമിനി ഗണേശനല്ല, മറ്റൊരാളാണ്. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. എന്തെങ്കിലും പറയണ്ടോ? എന്താണ് പറയാനുള്ളത്? ചോദ്യം ഇതാണ്: കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആര്? അറിഞ്ഞൂടാ. അറിയത്തില്ല. അറിയാമോ? കപ്പിത്താനാ കപ്പലോട്ടിയ തമിഴൻ. കപ്പിത്താനല്ല. അറിഞ്ഞൂടാ. എന്നാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. എങ്ക കയ്യിൽ ഒരു பர்ஸ் இருக்கு, என் கேள்விக்கு சரியான பதில் சொன்னா அந்த பர்ஸ் உங்களுக்கு கிடைக்கும். என் கேள்வி தான்: கப்பலோட்டிய தமிழன் എന്ന് അറിയപ്പെടുന്നത് யாரே? വൗസി. അത് യാർ? കപ്പലോട്ടിയ തമിഴൻ. സിനിമ ആക്ടർ അല്ല, വൗസി തമിഴൻ. കപ്പലോട്ടിയത് വൗസി தான். அவர் எங்க ஊரு? எந்த ஊரு? ஒரு தெரியாது. வவுசி இல்ல, வவுசி சிதம்பரம். கப்பலோட்டிய தமிழன். நீங்க? எனக்கு தெரியாது, தமிழமே தெரியாது. கரெக்டான ஆன்சர் தான். കപ്പലോട്ടിയ തമിഴൻ OV ചിദംബരം പിള്ള. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ. ഭാമ കാറ്ററിംഗ്സ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനം നേടിയിരിക്കുന്നതാണ്. ചിതറയിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഐരക്കുഴിയിൽ വൈകുന്നേരങ്ങളിൽ ചായയും നല്ല കടികളും വിൽക്കുന്ന അണ്ണനാണ്. സ്വന്തം ഊര് ചെങ്കോട്ട അല്ലേ? അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് വാവോസി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, നാട്ടിൽ അറിയപ്പെടുന്നത് VOC എന്നാണ്. എന്നാൽ സി എന്ന് കഴിഞ്ഞാൽ ചിദംബരം, VOC എന്നാണ്. VO ചിദംബരം പിള്ള എന്നാണ് അദ്ദേഹത്തിന് VOC. ഓക്കെ, എങ്കിൽ VOC ചിദംബരം പിള്ള, VOC ചിദംബരം പിള്ള എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1872 അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ഈ കടലിലെ വ്യാപാരങ്ങളെല്ലാം തന്നെ, സമുദ്ര വ്യാപാരങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കുത്തകയാക്കി വെച്ചിരുന്ന കാലത്താണ് അദ്ദേഹം
തൂത്തുക്കുടിയിൽ നിന്നും വ്യാപാരത്തിന് വേണ്ടി ശ്രീലങ്കയിലേക്ക് കപ്പൽ നിർമ്മിച്ച് അതുപോലെ വ്യാപാരം നടത്തിയത്. അപ്പോൾ ഭാമ കാറ്ററിംഗ് സർവീസ് നൽകുന്ന സമ്മാനം കൈമാറുകയാണ്. ഏറ്റുവാങ്ങുന്ന സന്തോഷത്തോടെ ചെറുപ്പ് കൈ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരള.